പഴയകാലത്ത് 108 കുടുംബങ്ങളുടെ സംയുക്ത ഉടമസ്ഥതയിലായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം. എന്നാൽ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ക്രമേണ ഗുരുതരമായി. ഒരു ദിവസം അവരുടെ നേതാവ്, ഒരു നമ്പൂതിരി, പൂജ തടസ്സപ്പെടുത്താൻ ഒരു എല്ലാം മാന്ത്രിക വിദ്യയിലും അഗ്രഗണ്യൻ മന്ത്രവാദിയെ നിയമിച്ചു. ശിവക്ഷേത്രം ആയതുകൊണ്ട് മന്ത്രവാദി തന്റെ ദിവ്യശക്തിയാൽ ശരീരം പ്രേത ശരീരം ദൃശ്യാതീതനായി പടിഞ്ഞാറൻ വാതിലിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു. നേദ്യപുരയിൽ വാതിലിലൂടെ പുരോഹിതൻ ഭഗവാനു വേണ്ടി കൊണ്ടുപോകുന്ന നിവേദ്യത്തിൽ മുറക്കി തുപ്പി. ഇതോടെ പൂജ നിലച്ചു. സന്തോഷത്തോടെ മന്ത്രവാദി തന്റെ അദൃശ്യരൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലായി തിരികെ പടിഞ്ഞാറൻ വാതിലിൽ കയറിയ ഉടനെ തന്റെ ദിവ്യശക്തികൾ നഷ്ടപ്പെട്ടതായി ഉണർന്നു. പെട്ടെന്ന് വാതിലിൽ ചുറ്റിയിരിക്കുന്ന ഉഗ്രവിഷമുള്ള പാമ്പ് അവനെ കടിച്ചു. അവൻ വാതിലിനു പുറത്തേക്ക് ഇഴഞ്ഞു മരിച്ചപ്പോൾ പ്രകൃതി കോപം പ്രകടിപ്പിച്ചു. കൊടുങ്കാറ്റും ശക്തമായ മഴയും മിന്നലും ഉണ്ടായി. മണിനാദവും ശംഖനാദവും മൂർച്ഛിച്ചു. പടിഞ്ഞാറൻ വാതിൽ യാന്ത്രികമായി അടഞ്ഞു. ശ്രീകോവിലിനുള്ളിൽ ദിവ്യ വെളിച്ചവും അതിൽ തൃക്കണ്ണ് ചുവന്ന ഉഗ്രഭാവത്തോടെയുള്ള ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഇനി ഈ വാതിൽ ഒരിക്കലും തുറക്കരുത്. ശിവന്റെ ആരാധനയെ തടസ്സപ്പെടുത്തിയതിന്റെ ക്രോധത്തിന്റെ ചിഹ്നമായി പടിഞ്ഞാറൻ വാതിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നും അടഞ്ഞുകിടക്കുന്നു.